തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ ആർ സുഗതൻ എന്തായാലും ഇന്ന് കൗൺസിൽ യോഗത്തിന് എത്തൂല. കൗൺസിൽ യോഗത്തിൽ എത്തിയില്ലെങ്കിൽ അയോഗ്യനാകുമോ എന്നത് ഇന്നറിയാം. നിർണായക കൗൺസിൽ യോഗം ഇന്ന് ചേരും. സുഗതൻ എവിടെ പോയെന്നല്ലേ? സുഗതൻ കാപ്പ കേസിൽപ്പെട്ട് തൃശ്ശൂർ വിയൂർ ജയിലിലുണ്ട്. സുഗതന്റെ അവധി അപേക്ഷ മേയർ കൗൺസിൽ അംഗീകാരത്തിനായി സമർപ്പിക്കും. അപേക്ഷയെ എതിർക്കാനാണ് LDFന്റെയും UDFന്റെയും തീരുമാനം. അവധി അപേക്ഷ വോട്ടിനിടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. അവധി അപേക്ഷ പാസ്സായില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാകും. അതേസമയം സുഗതൻ അവധി അപേക്ഷ നൽകുമെന്ന് സൂചന നൽകി മേയർ VV രാജേഷ്. ഒരാളും ഇന്ന് അയോഗ്യനാകില്ലെന്ന് VV രാജേഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒരു കൗൺസിലറും അയോഗ്യനാകില്ല. ഈ ഭരണസമിതിയിൽ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് കൗൺസിലിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലറും അയോഗ്യനാവില്ല ഈ 5 വർഷവും. കൗൺസിൽ യോഗത്തിൽ കയറുന്നതിന് മുമ്പ് മാത്രമേ മേയർ സെക്ഷനിൽ നിന്നും ആരൊക്കെയാണ് അവധി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള വിവരം കിട്ടുകയുള്ളൂ. ആ സമയം മാത്രമേ എനിക്ക് ആധികാരികമായി മറുപടി പറയാൻ പറ്റുള്ളൂ. അസൗകര്യം കൊണ്ട് അവധി അറിയിക്കുന്ന എല്ലാ അപേക്ഷകളും പാസ്സാവുകയാണ് ചെയ്തിട്ടുള്ളത്. 5 വർഷം ഞാൻ കൗൺസിലറായിരുന്ന ഘട്ടത്തിൽ ഇന്ന് വരെ BJP ഒരു കൗൺസിലറെയും അവധി അപേക്ഷ ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല. കാരണം നാളെ ആർക്കും മനുഷ്യരില്ല, ഒരു അസൗകര്യം വരാമല്ലോ. അപ്പോഴേക്കും അവധി പറയുമ്പോഴേക്കും എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ 51 പേര് എഴുന്നേറ്റ് നിന്ന് ഒബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തന്നെ ഒരു ദിവസം പോലും ലീവ് എടുക്കാൻ പറ്റാതെ വരും. എല്ലാവരും മനുഷ്യരില്ലേ, പൊതുപ്രവർത്തകരില്ല. അതുകൊണ്ട് അതൊന്നും അല്ലല്ലോ രാഷ്ട്രീയം. അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നവർ മുന്നോട്ട് പോകും, ഭരണസമിതി ശക്തമായിട്ട് മുന്നോട്ട് പോകും. അവധി കൊടുത്തിട്ട് വരില്ലെന്ന് അറിയിക്കാൻ സ്കൂളല്ല കോർപ്പറേഷൻ എന്ന് KS ശബരിനാഥൻ റിപ്പോർട്ടറിനോട്. വിയൂർ ജയിലിൽ കഴിയുന്ന കാപ്പ കേസ് പ്രതിക്ക് ആ അനുകമ്പ അനുവദിക്കാൻ കഴിയില്ലെന്ന് KS ശബരിനാഥൻ പറഞ്ഞു. ആദ്യമേ കൗൺസിൽ എന്ന് വെച്ചാൽ ഇത് സ്കൂളല്ല, അവധി കൊടുത്ത് ഞാൻ വരാതിരിക്കുന്നത് പറയാം. അപ്പോൾ ചിലപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചിലർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ഒരു ഹെൽപ്പാണ്. ആ ഹെൽപ്പ് തുമ്പും പിടിച്ചുകൊണ്ട് വിയൂറിലിരിക്കുന്ന കാപ്പ കേസ് പ്രതി എനിക്ക് അവധി വേണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും സ്റ്റാൻഡ് ചെയ്യുകയില്ല. 3 കൗൺസിലിൽ അദ്ദേഹം പങ്കെടുക്കാതിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനമായിട്ട് കൗൺസിൽ മുന്നോട്ട് പോകണം. അത് പോയില്ലെങ്കിൽ അതിനുള്ള മറ്റു വഴികൾ നമ്മൾ നോക്കും. ആദ്യമേ അവധി എന്നൊരു സാധനം നിയമത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബഹുമാനപ്പെട്ട മേയറും കൂട്ടരെന്ന് പറയണം. ഇതാണ് നിയമം വായിക്കണം, നിയമം മനസ്സിലാക്കണം. അത് വയ്യാതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അനുകമ്പയാണ്. ആ അനുകമ്പ കാപ്പ കേസ് പ്രതി എന്തായാലും ഇരിക്കുന്നില്ല. അവധി എന്നുള്ളൊരു ഇഷ്യൂ നിലനിൽക്കുന്നില്ല ഇവിടെ. ഇതൊക്കെ കോമഡി ആക്കല്ലേ കൗൺസിലിന്. കാപ്പ കേസ് പ്രതിയുടെ അവധി അപേക്ഷ കൗൺസിലിൽ കൊണ്ടുവരാൻ പാടില്ലെന്നും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഏത് തലം വരെയും പോകുമെന്നും LDF പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക്കും റിപ്പോർട്ടിനോട് പറഞ്ഞു. നിയമവിരുദ്ധമായിട്ട് ഈ സുഗതനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ലീവ് ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്കറിയാമല്ലോ, കാപ്പ കേസിനകത്തും ക്രിമിനൽ കേസിനകത്തും പശ്ചാത്തലമുള്ള ഒരാളെ ഡീറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരാളുടെ ലീവ് ആപ്ലിക്കേഷൻ യഥാർത്ഥത്തിൽ ഈ ബോഡിക്കകത്ത് ഈ കൗൺസിൽ യോഗത്തിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. സ്വാഭാവികമായിട്ട് ഇടതു മുന്നണി എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് ആ അപേക്ഷയെ എതിർക്കും. ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം കൊണ്ടുവരും. അതിൻ്റെ എതിരായിട്ട് അവർ അത്തരം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിയമം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ തരം വരെ നമ്മൾ സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അവിടെ ഹൈക്കോടതി മറ്റ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ സമീപിച്ചുകൊണ്ട് ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. MG പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MG പ്രതീഷ്, ഇന്നത്തേതും കൂടി ആകുമ്പോൾ 3ാമത്തെ കൗൺസിൽ യോഗത്തിലാണ് സുഗതൻ പങ്കെടുക്കാതിരിക്കുക. ചട്ടപ്രകാരം 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ ആ കൗൺസിലർ അയോഗ്യനായാൽ BJPയെ സംബന്ധിച്ച് ഭൂരിപക്ഷം 50 കുറയും. അങ്ങനെ വന്നാൽ തുലാസിലാവും ഭരണം. അപ്പോൾ എങ്ങനെയും ഇന്നത്തെ ആ അവധി അപേക്ഷ പാസ്സാക്കിയെടുക്കാനായിരിക്കും BJP ശ്രമിക്കുക. എന്താണ് ഇന്ന് കോർപ്പറേഷനിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഏതെങ്കിലും തരത്തിൽ ഈ സുഗതൻ അയോഗ്യനാവാനുള്ള സാധ്യതയുണ്ടോ? അരുൺകുമാർ, BJPയെയും സുഗതനെയും സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാണ്. കാരണം തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല എങ്കിലാണ് മുനിസിപ്പൽ ആക്ട് പ്രകാരം അയോഗ്യത വരിക. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുക്കാതെ വരുമ്പോൾ തുടർച്ചയായി സുഗതൻ 3 കൗൺസിൽ യോഗത്തിൽ എത്താത്ത സാഹചര്യമുണ്ട്. പക്ഷേ അത് മറികടക്കാൻ സുഗതനിൽ നിന്ന് അവധി അപേക്ഷയാണ് ഇപ്പോൾ BJP എഴുതി വാങ്ങിയിരിക്കുന്നത്. നേരത്തെ തന്നെ 6 മാസത്തെ അവധി അപേക്ഷ അഭിഭാഷകൻ മുഖേന മേയർക്ക് സുഗതൻ കൈമാറിയിട്ടുണ്ട്. പക്ഷേ ആ അവധി അപേക്ഷ അനുവദിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ചേരുന്ന കൗൺസിൽ യോഗത്തിൽ ഈ അവധി അപേക്ഷ അവതരിപ്പിച്ച് പാസാക്കിയെടുക്കണം. അതിൽ ഭരണ പ്രതിപക്ഷ നിലപാടുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ അവധി അപേക്ഷയെ ശക്തമായി എതിർക്കും എന്നതാണ് LDFും UDFും ഒരുപോലെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ അവധി അപേക്ഷ പാസാക്കാനുള്ള കരുനീക്കങ്ങളൊക്കെ തന്നെ BJP നടത്തുന്നുണ്ട്. നേരത്തെ മേയർ VV രാജേഷിന്റെ പ്രതികരണത്തിൽ ഉൾപ്പെടെ ആ ഒരു ആത്മവിശ്വാസവും പ്രകടമാണ്. കാരണം ഈ 5 വർഷക്കാലം ഒരു BJP കൗൺസിലർ പോലും അയോഗ്യനാകില്ല
എന്നതാണ് മേയർ പറയുന്ന കാര്യം. ഇതിൽ ഇന്ന് ചേരുന്ന കൗൺസിൽ യോഗത്തിലാണ് പ്രധാനമായും ഇത് പാസ്സാക്കേണ്ടത്. ഇത് അവധി അപേക്ഷ വോട്ടിനിടണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ വോട്ടിനിടാതെ തന്നെ അത് പാസ്സാക്കാനുള്ള നീക്കം സ്വാഭാവികമായും BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അത്തരത്തിൽ ഒരുപക്ഷെ അത് പാസ്സായാൽ പോലും നിയമപരമായി നേരിടാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കോർപ്പറേഷൻ സെക്രട്ടറിക്ക് സുഗതനെ ആക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷം കത്ത് നൽകും. ഒപ്പം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകി നിയമപരമായി നേരിടാനാണ് ഈ പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഏറ്റുമുട്ടലുകൾക്ക് ഇന്നത്തെ കൗൺസിൽ യോഗം വേദിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ കൗൺസിൽ യോഗം കണ്ടതാണ്. പ്രതിപക്ഷ ഭരണ നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ തവണ കൗൺസിൽ യോഗം പിരിഞ്ഞത്. എന്തായാലും ഇന്നത്തെ കൗൺസിൽ യോഗത്തിലും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോഴും സുഗതൻ അയോഗ്യനാകുമോ അല്ലെങ്കിൽ സുഗതന് ഈ അവധി അപേക്ഷ അംഗീകരിക്കുമോ എന്നതാണ് ഏറ്റവും നിർണായകമായ ചോദ്യമാണ്. നമുക്കൊപ്പം ചേർന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുഗതന് കാര്യങ്ങൾ അത്ര സുഗമം അല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ സുഗതന്റെ ഈ അവധി അപേക്ഷ കൗൺസിൽ അംഗീകരിച്ചില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാവും. സുഗതൻ അയോഗ്യനായാലോ BJP ഭരണം തുലാസിലാവും. അതോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി വന്ന സംസ്ഥാനത്തെ തലസ്ഥാനം കോർപ്പറേഷൻ പിടിച്ച BJPയുടെ വലിയ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കും. അതുകൊണ്ട് അയോഗ്യനാവാതിരിക്കാൻ അവസാന നിമിഷം വരെയും BJP പൊരുതും, അയോഗ്യനാക്കാൻ അവസാന നിമിഷം വരെയും കോൺഗ്രസും CPM പൊരുതുകയും ചെയ്യും. അപ്പോൾ ഇന്ന് 2-3 യൂണിറ്റുകൾ അധികം നമ്മൾ കോർപ്പറേഷനിലേക്ക് ഇടുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വ്യത്യസ്ത ആംഗിളുകളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അവിടുത്തെ പ്രതിഷേധ പ്രകടനങ്ങൾ കാണാം. ഇതൊരു ഉത്സവമായിരിക്കും കേട്ടോ. അപ്പോൾ ആ കാഴ്ചയ്ക്ക് വേണ്ടി പ്രേക്ഷകർ തയ്യാറെടുത്തോളൂ. തീർച്ചയായിട്ടും പ്രതിപക്ഷം ഈ അവധി അപേക്ഷ കൗൺസിലിൽ വായിക്കുന്ന സമയത്ത് തന്നെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്.